ലേഡിയാണ് ഇവര്. ദീപക്കാണ് ഇവരുടെ എന്താണ് പേരായിട്ട് അഭിനയിച്ചിട്ടുള്ളത്. ആ രണ്ട് കോമ്പിനേഷൻ അടിപൊളിയായിരുന്നു കേട്ടോ. നല്ലൊരു കിടിലൻ ആയിട്ടുള്ള ഒരു ഫാമിലി ആയിരുന്നു. അങ്ങോട്ടേക്കാണ് ആ ഒരു സൊസൈറ്റിയിലേക്കാണ് നമ്മുടെ ബേസിലിന്റെ ക്യാരക്ടർ വരുന്നത്. മാനുവൽ എന്നാണ് ക്യാരക്ടറിന്റെ പേര്. ഈ മാനുവലിനെ കാണുന്ന സമയത്ത് നമുക്ക് പലപ്പോഴും ഈ ഫഹദിന്റെ ഷമ്മി ചേട്ടനൊക്കെ നമുക്ക് ഓർമ്മ വരും. ഫഹദ് ചെയ്തിരുന്നെങ്കിൽ അത് ഒന്നുകൂടി അടിപൊളിയാകുമായിരുന്നു എന്ന് എനിക്ക് ആദ്യം തോന്നി. പക്ഷെ പിന്നീട് എനിക്ക് തോന്നി ബേസിൽ തന്നെയാണ് ഇതിന് ഏറ്റവും പെർഫെക്റ്റ്. അതായത് തമാശയ്ക്ക് തമാശയുണ്ട്, എന്നാൽ ഇവന്റെ കയ്യിൽ അത്യാവശ്യം നല്ല വില്ലത്തരങ്ങളുണ്ട്. ഒരു കുറുക്കനെ പോലത്തെ ഒരു ക്യാരക്ടറാണ്. വളരെ രസകരമായിരുന്നു അത്. പിന്നെ അവരുടെ സൊസൈറ്റിയിൽ, അതായത് ഒരു ഹൗസിംഗ് കോളനി പോലെയാണ്, അതിൽ ഓരോ വീട്ടിലും താമസിക്കുന്ന ഓരോ ക്യാരക്ടേഴ്സാണ് ഈ സിനിമയിലെ മെയിൻ ലീഡിലേക്ക് വരുന്നത്. ആ കാസ്റ്റിംഗ് ഒക്കെ അടിപൊളിയായിരുന്നു. അതുപോലെ തന്നെ ബേസിലിന്റെ അമ്മയായിട്ട് അഭിനയിച്ചൊരു ലേഡി, അവരുടെ പേരറിയില്ല, കിടിലനായിട്ടുള്ള ആക്ടിങ് ആയിരുന്നു. പിന്നെ രണ്ടാൾക്കാരെ പറയാനുള്ളത് നമ്മുടെ സിദ്ധാർത്ഥ ഭരതനും അതുപോലെ തന്നെ കോട്ടയം രമേഷും. ഈ ക്യാരക്ടേഴ്സ് വെച്ചാൽ ഇവർ കൊടും വില്ലന്മാരാണ്, പക്ഷെ തമാശ എന്ന് പറഞ്ഞാൽ നമ്മൾ ചിരിച്ച് നമ്മൾ സൈഡായി പോകും. നമ്മള് ഈ ഹോളിവുഡിലൊരു പടമുണ്ട് ബേബി ഡേ ഔട്ട്, അതിൽ കുട്ടിയെ പിടിക്കാൻ വേണ്ടി വരുന്ന രണ്ട് മൂന്ന് വില്ലന്മാരില്ലേ,